നമ്മുടെ ചാനലിൽ പല ബുള്ളറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതെൻ്റെ കൂടെ പഠിച്ച സാംസങ്ങിൻ്റെ വണ്ടിയാണ്. ഇത് ആക്ച്വലി റീടെസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ റീസ്റ്റോർ ചെയ്തതാണല്ലേ? അപ്പോൾ അത്രയും വളരെ മോശമായിരുന്നു വണ്ടി, മോശം കണ്ടീഷൻ ആയിരുന്നു. കാരണം അവൻ്റെ വീട് ആക്ച്വലി നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിലാണ്, അതുകൊണ്ട് തന്നെ തുരുമ്പിക്കും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും എന്തായിരുന്നു അതിൻ്റെ ലുക്ക് എന്നുള്ളത്. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്? വണ്ടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി നമുക്ക് ഒരുപാട് പാർട്സ് മാറേണ്ടി വന്നു. വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പുള്ളി ഒരു ആവശ്യമായിട്ട് പുറത്തു പോയ സമയത്ത് വണ്ടി കയറ്റി വെച്ചിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഫുള്ള് തുരുമ്പ് കയറിപ്പോയി, വണ്ടി ഓടിക്കാൻ ആളില്ലാണ്ട്. വണ്ടി ടെസ്റ്റായി. അങ്ങനെ വണ്ടി വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് അഴിച്ച സമയത്ത്, അതായത് ഓരോന്നോരോന്ന് ഇളക്കം തോറും പൊടിഞ്ഞു പൊടിഞ്ഞാണ് വന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ചേസും എഞ്ചിനും പിന്നെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മാത്രം. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടാ, ഇതിന്റെ റിം ആക്ച്വലി വേറെ അല്ലായിരുന്നു? ഒരു റിം ഇതില് അലോയ് അല്ലായിരുന്നു? അല്ല, ഇതില് കിടന്ന റിം കുഞ്ഞു റിം ഹീറോ ഹോണ്ട റിം എന്തോണ് ഇതിൽ ഫ്രണ്ട്. ഓക്കെ. അതുപോലെ ഈ ഹാൻഡിൽ കസ്റ്റം എന്തോ അല്ലായിരുന്നു? ഹാൻഡിൽ വേറൊരു ഹാൻഡിലായിരുന്നു. വെള്ള കളറല്ലായിരുന്നു ഈ ബുള്ളറ്റ്? അല്ല, ബ്ലാക്ക് തന്നെ അല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ അവൻ എവിടെയോ ഈ ബുള്ളറ്റ് ഒരു വെള്ള ഓടിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലല്ലേ ഇത്? ഓക്കെ, ബ്ലാക്ക് തന്നെയാണ്. ഈ സെയിം കളർ തന്നെയാണ്? ഈ സെയിം കളറല്ല, ഇത് മുന്നേ അവർ വേറെ എവിടെ കൊടുത്ത് പെയിന്റ് ഒക്കെ ചെയ്ത വണ്ടിയായിരുന്നു. ഓക്കെ. അത് ബ്ലാക്ക് തന്നെ ആയിരുന്നു, പക്ഷെ വേറൊരു ഷെയ്ഡിലായിരുന്നു. അപ്പോൾ ഈ ടാങ്ക് ഒക്കെ പുതിയതാണ്? ടാങ്ക് ഫുള്ള്, അതായത് എഞ്ചിനും ചേസും ഒഴിച്ച് ആൾമോസ്റ്റ് ബാക്കി എല്ലാം കംപ്ലീറ്റ് പുതിയതാണ്. കാര്യം വണ്ടി അത്ര മോശം അവസ്ഥയിലായി പോയി. പിന്നെ ഫ്രണ്ടും ബാക്കും അബ് രണ്ടും പഴയതാണ്. ഡിസ്കിന്റെ പ്ലാറ്റ് നമ്മൾ മാറിയിട്ടില്ല. ഓക്കെ, ബാക്കിയെല്ലാം പുതിയതാണ്. അപ്പോൾ ഈ ടാങ്ക് നമ്മുടെ ജെനുവിൻ ടാങ്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും ഒരു പെയിന്റ് ക്വാളിറ്റി അല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സ്റ്റിക്കർ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ളൊരു ഫീല്. മറ്റേ നിങ്ങളിപ്പോൾ നോർമലി നമ്മൾ വാങ്ങിച്ചോട്ടിരിക്കുന്നതിനേക്കാളും ഈ ടൈപ്പ് സ്റ്റിക്കർ നമ്മൾ ചെയ്തിട്ടില്ല, വീഡിയോയിൽ ചെയ്തിട്ടില്ല. ഓക്കെ. സ്റ്റിക്കർ അതായത് നമ്മൾ രണ്ടാമത് മേടിച്ച് ഒട്ടിക്കുന്നത് കൂടുതൽ ആൾക്കാരും പുറത്തോടെ ഒട്ടിക്കും. ശരിക്കും ഒട്ടിച്ചിട്ട് മോളിവിടെ ക്ലിയർ അടിക്കും. ഓക്കെ. ആ ഒരു വ്യത്യാസം. നമ്മളോട് അങ്ങനെയാണോ ചെയ്യാറ്? നമ്മളോട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച ശേഷം ക്ലിയർ അടിക്കും. പക്ഷെ പലരും ഇതുപോലെ നമ്മുടെ ഈ ക്രോം ഫിനിഷ്ഡ് സാധനം ഉണ്ടല്ലോ, ലോഗോ, അത് പലരും ഇതേപോലെ വൃത്തികേടാണെന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ ഇതുപോലെ സ്റ്റിക്കറാണ് നല്ലതെന്ന് പലരും നമ്മൾ ഓൾഡ് മോഡലാണ് ഒട്ടിക്കുന്നത്, ഇത് ഓൾഡ് മോഡലാണ്. പിന്നെ അവര് പറയുന്നതിൽ കാര്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ വണ്ടി ഒരു കസ്റ്റമർ ചോയ്സ് ആണ്. പിന്നെ ഓരോ വണ്ടിക്കും നമ്മൾ നോക്കും ഏതൊട്ടിച്ചാലായിരിക്കും ഭംഗി ചേരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒട്ടിക്കാറുള്ളൂ. നമുക്ക് ഈ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അത് മാറ്റി ഒടിച്ച് നോക്കുമ്പോഴേ അതിന്റെ ഇത് അറിയാം. അത്രേ ഉള്ളൂ. അപ്പൊ സ്പെയറിന് എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ട്? 99,000. 99,000 രൂപ. അത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ബോക്സ്, ടൂൾ ബോക്സ്, നമ്മളെ ക്ലാസിക്കിന്റെ ബോക്സിന് ഇത്രയും വിലയില്ല. 1300-400 ഉള്ളൂ. 2000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. അതുപോലെ ഇത് കമ്പനി ഇങ്ങനെ ബാഡ്ജിങ് കൂടെ വരണതാണ്. ഫിനിഷിംഗ് ഇല്ല കേട്ടാ, അതുകൊണ്ട് വെറുതെ കുറ്റം പറയുന്നവർക്കേ അല്ല, അത് ജസ്റ്റ് പറയുവാണ്. ഇപ്പൊ നോർമലി പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒട്ടിക്കുന്നത് ഒരു ചെറിയ, ഞാൻ ഇവിടെ ഫീൽ ചെയ്തു അങ്ങനെയാണ് കമന്റിൽ. ചില സ്റ്റിക്കറിന്റെ പശ പവർ കുറവാണ്. ഇത് കമ്പനി വന്നതാണ്, നമ്മൾ ഒട്ടിച്ചതല്ല. അതും ഫിനിഷിംഗ് അങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ബൂട്ട്, ഇത് എത്ര രൂപ തോന്നും കണ്ട? ഈ ബൂട്ട് ജസ്റ്റ് ഈ റബ്ബർ ബൂട്ട് ഒരു 1500 രൂപ, 2300, 2200 സംതിങ്. ഈ ചെറിയൊരു ബൂട്ട് ഞാൻ മാക്സിമം 1500. അതാണ്. അതേപോലെ തന്നെ എല്ലാം മറ്റേ ഇതിന്റെ കാർബറേറ്റർ 5 രൂപയ്ക്ക് മോളി വിലയുണ്ട്, 500. നോർമലി നമുക്ക് 3000 വരത്തുള്ളൂ, 350. അപ്പൊ അതേ കണക്ക് ഒരുപാട് എമൗണ്ട് ആയി. പിന്നെ ഇതിലെല്ലാം മാറി, കസ്റ്റമർ എല്ലാം മാറിക്കോളാൻ പറഞ്ഞു. കാര്യം 99,000 രൂപ വ്യത്യാസം, 1 ലക്ഷം രൂപ. അതിൽ എഞ്ചിൻ സൈഡ് വർക്കൊന്നും എടുത്തിട്ടില്ല. ബാക്കി എല്ലാം ഫുള്ള് ക്രാഷ് കാർഡ് ഉൾപ്പെടെ സകല സാധനവും മാറേണ്ടി വന്നു. ഇതിൽ ബഫിംഗ് പാർട്ടൊന്നുമില്ല. റിം എല്ലാം മാറി, റിം, സ്പോക്സ് എല്ലാം കംപ്ലീറ്റ് സാധനം. ഈ കാണുന്നതെല്ലാം പുതിയതാണ്. ഈ എഞ്ചിൻ ബെൻഡ് പൈപ്പ്, പിന്നെ ഈ പ്ലാറ്റുകൾ, എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ പ്ലാറ്റുകൾ, ഇത്ര സാധനം മാത്രമേ നമുക്ക് പഴയത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ലേബർ 10,000 രൂപ തന്നെയാണ്. പിന്നെ ആയിട്ടുള്ളത് എന്താണ്, പെയിന്റിങ്ങിന് 5,000 രൂപ. കാര്യം ഈ എഞ്ചിൻ ഓൾറെഡി ഇവർ മുന്നേ ഇവിടെ കൊടുത്ത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം നാശം ഒരുക്കിയായിരുന്നു. അത് വൃത്തിയാക്കാൻ തന്നെ പുള്ളിക്ക് 2 ദിവസം ജോലി ഉണ്ടായിരുന്നു. എഞ്ചിൻ സത്യം, കസ്റ്റമർ തന്നെയാണ് പൈസ കൊടുത്തത്. ഓക്കെ. നമ്മളുടെ അതിലൊന്നും ഒരു ഇല്ല, കസ്റ്റമർ ഡയറക്റ്റ് തന്നെയാണ് പൈസ എല്ലാം കൊടുത്തതും കാര്യങ്ങളും. ഇതില് പിന്നെ ഈ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് 10 പേരെങ്കിലും ചോദിക്കും ഈ സൈലൻസർ എന്തുകൊണ്ട് ബ്ലാക്ക് വെച്ചില്ലെന്ന്. വേറെ ഒന്നുമല്ല, വണ്ടി റീടെസ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് പുള്ളിയിൽ സ്റ്റോക്ക് സൈലൻസർ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ ഫിൽറ്റർ ഉള്ള ഒരു സൈലൻസർ മേടിച്ച് വെച്ചതാണ്. അതിന് ബ്ലാക്ക് കിട്ടിയില്ല, ഇതേ കിട്ടിയുള്ളൂ. പക്ഷേ ബ്ലാക്ക് അടിച്ചൂടെ, പെയിന്റ് അടിച്ചൂടെ? പിന്നെ വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കാം. അല്ല, പിന്നീട് സൈലൻസർ മാറ്റും. ഉറപ്പാണ്. അതെ, അവന്റെ എനിക്കറിയാം, ഇതിന് മുമ്പേ ഇരുന്നതിൽ തന്നെ നല്ല അവൻ പോകുമ്പോ അത്യാവശ്യം അറിയുമായിരുന്നു എല്ലാവരും ഇവനാണ് പോകുന്നുള്ളത്.
അപ്പോൾ ടെസ്റ്റിന് വേണ്ടി മാത്രം വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അവൻ മാറ്റുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും ഇടുന്നത്, ഉറപ്പാണ്. അപ്പോൾ എല്ലാം കൂടി വണ്ടിക്ക് ഇപ്പോൾ എത്ര രൂപ ചിലവായിട്ടുണ്ട്? 1.14 1,14,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ചിലവായിട്ടുള്ളത്. അതിൽ 99,000 രൂപയും സ്പെയർ പാർട്സിലാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ആകെ അല്ലേ ലേബറും ജസ്റ്റ് ആ ഒരു പെയിന്റിങ് മാത്രമാണ്. ഒരു 15 രൂപ കുറച്ചിട്ട് 1.14 ബാക്കി മൊത്തം ഇതിനായ പൈസ. അത് കോട്ടൺ പിടിപ്പ് കാര്യങ്ങളെല്ലാം കൂടെ. ഓക്കെ ഓക്കെ. കോട്ടൺ പിടിക്കാനായിട്ട് 2 വീല് 800 രൂപ, അത് തന്നെ. ബാക്കിയെല്ലാം സാധനത്തിന്റെ പൈസ തന്നെയാണ്. ഈ വണ്ടി ഇതിന് മുന്നേ കസ്റ്റമർ പർച്ചേസ് ചെയ്ത കാലം പോലെ എൻ്റെ അടുത്ത് തന്നെയാണ് വർക്ക് എടുക്കുന്നത്. ഒരു 6-7 വർഷം ഇവർ വണ്ടി എടുത്തിട്ട്. എടുത്ത സമയത്ത് വണ്ടിയുടെ കോലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വണ്ടി FI വണ്ടി ഇഞ്ചക്ടർ ആയിരുന്നു. ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാർബറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പോഴല്ല, ഒരു 6 വർഷമെങ്കിലും ആയി കാർബറ്റിലോട്ട് മാറ്റിയിട്ട്. പിന്നെ അതിനുശേഷം ആദ്യം വണ്ടിക്ക് മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാർബറേറ്റർ ആക്കിയതിനു ശേഷം മൈലേജ് അത്യാവശ്യം വലിവുണ്ട് വണ്ടിക്ക്. പിന്നെ പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കാർബറേറ്ററിനേക്കാളും നല്ലത് ഇഞ്ചക്ടർ അല്ലേ? കാർബറേറ്ററിനെക്കാളും നല്ലത് ഇഞ്ചക്ടർ ആണെന്ന് ചോദിച്ചാൽ ഈസി യൂസ് ഇഞ്ചക്ടർ ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാർബറേറ്റർ ഇതിപ്പോൾ 350 ആണെങ്കിൽ 3042 രൂപ E20 കാർബറേറ്ററിൻ്റെ. നമ്മളെ നോർമൽ കാർബറേറ്റർ ആണെങ്കിൽ 3300 രൂപ. ഇതിന് E20ക്ക് 3042 കുറവാണ് വില. ഇത് ഒറിജിനൽ കാർബറേറ്ററിന്റെ വിലയാണ് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് 400 5200 അങ്ങനെ എന്തോ 500ന്റെ വില. അതേ സമയത്ത് ഈ കാർബറേറ്ററിന് പകരം നമ്മളെ ഇഞ്ചക്ടർ ഉണ്ടിൽ വർക്ക് ചെയ്യുന്ന ത്രോട്ടിൽ ബോഡിയാണ്. ത്രോട്ടിൽ ബോഡിക്ക് 14,000-15,000 വിലയുണ്ട്. പിന്നെ ഫ്യൂൽ പമ്പ്, ഇവിടെ നമ്മൾ എണ്ണ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സ്റ്റെയിനർ, ഇതിന് 390 രൂപയാണ് ഒറിജിനലിന്റെ വില. ഫ്യൂൽ പമ്പ് 3-4 ടൈപ്പ് ഉണ്ട്. ഒരു മോഡൽ 8,000 രൂപ, വേറൊരു മോഡൽ 12 രൂപ. അപ്പൊ അത് ഈ എണ്ണ ഹൗസ് പെട്രോൾ ഹൗസ് 10 രൂപയുള്ളൂ. മറ്റേ ക്ലിപ്പ് ടൈപ്പ് വരുമ്പോൾ 600-500 രൂപ അതിന് വരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം എക്സാമ്പിൾ പമ്പ് കംപ്ലൈന്റ് ആണെന്ന് വെച്ചു, നമ്മളൊരു 19,000 എടുത്ത് ഒരു പുതിയ പമ്പ് മേടിച്ചു വെച്ചു. 2-3 ആഴ്ച കഴിഞ്ഞ് ഇഞ്ചക്ടറോ അല്ലെങ്കിൽ ടോട്ടൽ ബോഡിയോ കംപ്ലൈന്റ് ആയി എന്ത് ചെയ്യും? വീണ്ടും പണിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസ് വരത്തില്ല, ഈസി മെയിൻ്റനൻസ് ആണ്. നമുക്ക് കംപ്ലൈന്റ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്, കസ്റ്റമർക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്ന് പൈസ പോകത്തില്ല. അതായത് ഈ പമ്പോ ത്രോട്ടിൽ ബോഡിയോ മാറുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ. എവിടെയോ എൻ്റെ അടുത്തൊരു ആൾ ചോദിച്ചിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ട്, ഇതേപോലെ കാർബറേറ്റർ ഇഞ്ചക്ടറോ അല്ല ഇഞ്ചക്ടർ കാർബറേറ്ററോ ആക്കി കൊടുക്കുമോ എന്നുള്ള രീതിക്ക്. ഞാൻ അന്ന് ഷിജിന്റെ നമ്പറാണ് കൊടുത്തത്, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ കാർബറേറ്റർ ആണ് ഏറ്റവും നല്ലത്, മൈലേജ് പരമായിട്ടും അല്ലേ? മൈലേജ് പരമായിട്ട്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നോർമലി എനിക്ക് തോന്നുന്നു ഇഞ്ചക്ടർ ആണെങ്കിൽ 500 ഒരു 24-22 മൈലേജ്. കാർബറേറ്ററിന് ഇച്ചിരി മൈലേജ് കിട്ടും, 10-27 കിട്ടും. ഞാനൊരു 3-4 വണ്ടിക്ക് മുമ്പ്, ഇപ്പോഴല്ല ഒരുപാട് വർഷമായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ മെയിനായിട്ട് വരണമെന്ന് പറഞ്ഞാൽ, അതായത് എന്താണ്, ഈ ഒറ്റ പരിപാടിയിൽ സിമ്പിളായിട്ട് എല്ലാം കാർബറേറ്ററിലോട്ട് മാറ്റിയ കസ്റ്റമർക്ക് പിന്നെ ഒരു കംപ്ലൈന്റ് ഇടുന്നുള്ള പേടിക്കണ്ട. പിന്നെ മാക്സിമം പോയ കാർബറേറ്റർ കംപ്ലൈന്റ് മനസ്സിലായി, അതിനപ്പുറം ഒരു കംപ്ലൈന്റ് വരില്ല. ഇനി ഒരെണ്ണം വരുന്നെങ്കിൽ, അതായത് കാർബറേറ്റർ, അതായത് ഇഞ്ചക്ടർ നിന്ന് കാർബറേറ്ററിലോട്ട് മാറാനായിട്ടൊരു ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഫുള്ള്. നമുക്ക് വീഡിയോ ചെയ്യാം. അതെനിക്കും ഒരു ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ ആയിരിക്കും സംഭവം. അത് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നും, കാരണം ഇഞ്ചക്ടർ വണ്ടിയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കാർബറേറ്റർ ആക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു സംശയം. അത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, ഇപ്പോൾ 500 കമ്പനി ക്ലാസിക് ഇറക്കി സ്റ്റാൻഡേർഡ് ഇറക്കി. ആദ്യം ക്ലാസിക് വണ്ടി ഇഞ്ചക്ടറും സ്റ്റാൻഡേർഡ് വണ്ടി കാർബറേറ്ററും ആയിരുന്നു. അപ്പൊ നമ്മൾ മറ്റേ വണ്ടിയുടെ പാർട്സ് മേടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ പാർട്സും അവൈലബിൾ അല്ലേ? പാർട്സ് മേടിക്കുക, എടുത്ത് സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് സിമ്പിൾ. ഇപ്പൊ നമ്മളെ BS3 വന്ന എഞ്ചിൻ തന്നെയാണ് BS6 പറഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളിലും വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 1,14,000 രൂപയായ നമ്മുടെ സാംസങ്ങിന്റെ വണ്ടിയാണ് ഇതേ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ ചെക്കലാവളകത്താണ്. പലരും ഇപ്പോഴും ഈ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷിജിൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബുള്ളറ്റ് റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല എന്ത് തരം വർക്കുകളായിക്കോട്ടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇനി അതല്ല ഷിജിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇനി അതല്ല റീസ്റ്റോറേഷനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തു തരും, വളരെ തുച്ഛമായ വിലയ്ക്കെന്നുള്ളതാണ്. നോർമലി മറ്റുള്ളിടത്തൊക്കെ തന്നെ വില കൂടുതലാണ്. അതിപ്പോൾ പലരും എൻ്റെ അടുത്ത് സഹിതം പറയുന്നത് കേട്ടോ, ഷിജിൻ ഇതേപോലെ നല്ല റേറ്റ് കുറച്ചാണ് മേടിക്കുന്നത് ആ പയ്യൻ, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് കിട്ടട്ടെ എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ലാഭകരമായിട്ടാണ് കിട്ടുന്നതെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. സോ ഉറപ്പായിട്ടും ഷിജിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിനൊക്കെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങൾ അത്
കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കേ വേണ്ട. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.